ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് മൂന്നാം സീറ്റ് ഉണ്ടാകില്ല. കോൺഗ്രസ് ലീഗ് ചർച്ചയിൽ മൂന്നാം സീറ്റിന് ബുദ്ധിമുട്ട് കോൺഗ്രസ് അറിയിച്ചു. പകരം രാജ്യസഭാ സീറ്റ് നൽകണമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് മുന്നോട്ടുവച്ചത്. ഇക്കാര്യം മറ്റന്നാൾ ചേരുന്ന ലീഗ് യോഗം തീരുമാനിക്കും. ചർച്ച തൃപ്തികരമെന്നും ചർച്ചയുടെ വിശദാംശങ്ങൾ പാണക്കാട് തങ്ങളെ ധരിപ്പിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ചർച്ചയൊക്കെ എപ്പോഴും പോസിറ്റീവ് തന്നെ, കുഴപ്പങ്ങൾ ഒന്നുമില്ല. നല്ല തൃപ്തികരമായ ഒരു ചർച്ച ആയിരുന്നു. ഞങ്ങളുടെ മീറ്റിംഗ് തങ്ങൾ സ്ഥലത്തില്ല, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥലത്തില്ല. അദ്ദേഹം നാളെ എത്തും. മറ്റന്നാളെ 27 കാലത്താണ് ഞങ്ങളുടെ മീറ്റിംഗ് പാണക്കാട് വിളിച്ചിരിക്കുന്നത്. ഇന്നുണ്ടായ ചർച്ചയുടെ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും 27-ാം തീയതി കാലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അവർക്കും കോൺഗ്രസിനും ഇന്നുണ്ടായ ചർച്ചയുടെ ഡീറ്റെയിൽസ് അവരുടെ ലീഡർഷിപ്പൊക്കെ ആയിട്ട് സംസാരിക്കാൻ ഉണ്ട്. അതുകൊണ്ട് ചർച്ചയൊക്കെ പോസിറ്റീവാണ്, കാര്യങ്ങളൊക്കെ തീർന്നു പോവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പലതുമുണ്ട്. അത് ഇന്നത് ഇങ്ങനെ എങ്ങനെ എന്നിപ്പോൾ നിങ്ങൾ ചോദിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീറ്റിങ്ങിൽ വിലയിരുത്താനുള്ള കാര്യങ്ങളാണ്. അല്ല, ലീഗിന് മൂന്നാം സീറ്റ് വിഷയത്തിൽ ഉറപ്പ് ലഭിക്കണമെന്നാണല്ലോ ഉയർത്തിയിരുന്ന ആവശ്യം. അത് ആ ഉറപ്പ് ലഭിച്ചോ? ഇനിയിപ്പോൾ 27-ാം തീയതി വരെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അഭ്യൂഹങ്ങൾ വേണ്ട. ഞങ്ങളെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെക്കാം കേട്ടോ. UDF സംതൃപ്തരാണെന്ന് VD സതീശനും രാജ്യസഭാ സീറ്റ് നൽകാൻ തയ്യാറാണെന്ന് കെ സുധാകരനും പ്രതികരിച്ചു. ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങൾ രണ്ടു കൂട്ടരും സംതൃപ്തരാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ലല്ലേ മാത്രം പറയുന്നത്. ഞാൻ UDF ചെയർമാനായിട്ടല്ലേ പറയുന്നത്. UDF സംതൃപ്തമാണ്. എല്ലാ ചർച്ചയും പൂർത്തിയാക്കിയിട്ടുണ്ട്. ധാരണ പൂർത്തിയാവുക. പിന്നെ അല്ല, ഞങ്ങൾക്കും അവർക്കും അവരുടെ നേതൃത്വമായിട്ട് ചർച്ച ചെയ്തിട്ട് ഫൈനലായിട്ട് പറയാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. അത് 27-ാം തീയതി പറയും. ഒരു ചർച്ചയാണത്, ഒരു ഓഫറാണ്, ഒരു പ്രപ്പോസലാണ്. മൂന്നാം സീറ്റ് രാജ്യസഭ കൊടുക്കണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷൻ വേണ്ടേ? അവരെ പെർമിഷൻ വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങനെയാണ് പറ്റുവാണെങ്കിൽ അത് പരിശോധിക്കും. നമ്മൾ തേടുന്നുണ്ട്. അല്ല, രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവർ എടുക്കുമെങ്കിൽ അവർക്കത് കൊടുക്കാം. അത് അവർ ഓക്കെ പറഞ്ഞില്ല. അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി വി വിൽ കൺസിഡർ ദാറ്റ്. ഡാനി പോൾ ചേരുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, പ്രതിപക്ഷ നേതാവ് UDF സംതൃപ്തരാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത്ര സംതൃപ്തിയോടെയാണോ ലീഗ് അവിടെ നിന്ന് പോയത്? എന്താണ് യോഗത്തിലുണ്ടായതെന്നാണ് ലീഗ് പറഞ്ഞത്, കോൺഗ്രസ് പറയുന്നത്? ധന്യ, ലീഗ് തുടക്കം മുതൽ പറഞ്ഞിരുന്നത് അവർക്ക് മൂന്നാം സീറ്റ് വേണം, കാരണം അതിനുള്ളൊരു അർഹത അവർക്കുണ്ട് എന്ന കാര്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയും അത് ഈ ഉഭയകക്ഷി ചർച്ചയിൽ അത് ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊരു സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയാത്തൊരു സ്ഥിതി അത് ഇന്ന് നടന്ന ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കൾ ഇവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ നൽകാൻ കഴിയുന്ന ഒരു ഓഫർ എന്ന് പറയാൻ കഴിയുന്നത് അത് രാജ്യസഭാ സീറ്റ്, അത്തരം ഒരു സീറ്റ് ഒഴിവ് വരുമ്പോൾ അത് ലീഗിന് നൽകുക എന്നതാണ്. അത് ഒഴിവ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരം ഒരു സീറ്റ് നൽകുക എന്നതാണ്. നിലവിൽ ഈ ഒരു സീറ്റ് കൂടുതൽ ചോദിച്ചുകൊണ്ട് പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. UDFിന്റെ കെട്ടുറപ്പിനെ തന്നെ അത്തരമൊരു ബാർഗൈനിങ് സമ്പ്രദായം അത് ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ മുന്നണിയെ അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് ലീഗ് കൈപിടിച്ച് കൊണ്ടുപോകരുത് എന്ന് കോൺഗ്രസ് നേതാക്കൾ ഇതിൽ വ്യക്തമാക്കുകയുണ്ടായി. നൽകാൻ കഴിയുന്നൊരു കാര്യം രാജ്യസഭാ സീറ്റ് അത് ഒഴിവ് വരുമ്പോൾ അത് ലീഗിന് നൽകുക എന്നതാണ് നിലവിലെ ഒരു സാഹചര്യം. അത്തരം സാഹചര്യങ്ങൾ ഇപ്പോൾ ലീഗ് സംസ്ഥാന നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അത്തരം കാര്യങ്ങൾ ഈ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യങ്ങളിൽ നിന്നുകൊണ്ട് പിന്മാറിക്കൊണ്ട് രാജ്യസഭാ സീറ്റ് അത് ഏറ്റുവാങ്ങുക എന്നതാണ്. ഈ ഒരു ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ലീഗ് അത് ചർച്ച ചെയ്ത് മാത്രമേ അതിലുള്ളവരുടെ ഒരു എന്താണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന കാര്യങ്ങൾ അറിയിക്കാൻ കഴിയുള്ളൂ. കാരണം
ഈ ലോക്സഭാ സീറ്റ് എന്ന ഒരു ആവശ്യത്തിൽ വളരെയധികം ദൂരം അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ നടത്തിയ പ്രതികരണം ET മുഹമ്മദ് ബഷീർ വളരെ കടുപ്പിച്ചുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെതുണ്ടായിരുന്നത്. ഈ സീറ്റ് കൂടിയേ തീരൂ, തങ്ങൾക്ക് ഏതായാലും അതിനുള്ള അർഹതയുണ്ട് എന്നതടക്കമുള്ളൊരു വിഷയത്തിലേക്ക് അത്തരമൊരു സ്വരം കടുപ്പിക്കുന്ന രീതിയിലേക്ക് അടക്കം പറയുകയും ചെയ്തു. അങ്ങനെ നേതാക്കൾക്കും അണികൾക്കും ഒരുപോലെ മൂന്നാം സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നൊരു പൊതുവികാരത്തിൽ എത്തി നിൽക്കുമ്പോൾ രാജ്യസഭാ സീറ്റ് നൽകുകയുണ്ടെങ്കിൽ അതിൽ സ്വീകരിക്കുക എന്നത് പാണക്കാട് നേതൃത്വവുമായിട്ട് തന്നെയും ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 27-ന് നടക്കുന്ന ചർച്ചയിൽ ഇതായിരിക്കും പ്രധാനമായും തന്നെ. കാരണം ഈ ഒരു ഓഫർ നിലനിൽക്കുന്നുള്ളൂ, മൂന്നാം സീറ്റ് നൽകാൻ കഴിയില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നത് ലീഗ് നേതൃത്വത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് സംബന്ധിച്ച് ഇത് സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപനം നടത്തുന്നത് ലീഗ് തന്നെയായിരിക്കും. 27-ന് അസുപ്രധാനമായൊരു തീരുമാനം ഇത് സംബന്ധിച്ചുള്ളൊരു പ്രഖ്യാപനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വവും പൊതുവിലും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങൾ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ഇങ്ങനെയൊരു ഓഫറിന് AICCയുടെ അടക്കം അംഗീകാരം നേടേണ്ടതുണ്ട്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെയും പൊതുവായി ഇത്തരം കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ അതിനു മുൻപായിട്ട് തന്നെ അത്തരം നടപടികൾ ഇവിടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പൂർത്തിയാക്കുകയും ചെയ്യും. ഇതിനുശേഷമാണ് 27-ന് ലീഗ് നേതൃത്വം യോഗം ചേരുന്നത്. അതിൽ തൃപ്തികരമല്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ടെങ്കിലും പലതവണ ഈ അതൃപ്തിയൊക്കെ അറിയിച്ചതാണ്. ഇതിനു മുമ്പ് കോൺഗ്രസ് നേതാക്കൾ മൂന്നാം സീറ്റില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ പലതരത്തിലുള്ള പ്രതികരണവും നടത്തിയതുമാണ്. പക്ഷെ ഇപ്പോഴും ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇനിയിപ്പോൾ 27-നും ഇത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ ലീഗ് എന്ത് സ്റ്റെപ്പായിരിക്കും? ഇതിൽ നിന്ന് മാറി ഒരു കാര്യമോ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ളൊരു സാധ്യതയൊന്നും ലീഗിന് മുമ്പിലില്ല. കോൺഗ്രസിന് പിണക്കാനും പറ്റില്ല. നിലവിലെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ത് മൂവായിരിക്കും ലീഗ് നടത്തുക? ധന്യ, ഈ വിഷയത്തിൽ ലീഗിൻ്റെ ഒരു എത്രമാത്രം അവർക്കൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിൽ എത്രമാത്രം അവകാശവാദം ഉന്നയിക്കാനുണ്ട്, ആ ഒരു മെറിറ്റൊന്നും ആരും തന്നെയും കോൺഗ്രസിൽ ആരും തന്നെയും തള്ളിക്കളയുന്നില്ല. കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നത്, അതിനു മുൻപ് K മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ ഇവരെല്ലാവരും തന്നെയും പറയുന്നത് ഇത് ലീഗിന് ന്യായമായും ഇതിന് അവകാശമുണ്ട്, അത് ആരും തന്നെ അവരെ തള്ളിക്കളയുന്നില്ല. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു കാര്യമാണ് ഇന്ന് നടന്ന ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. കാരണം നിലവിൽ ഈ മുന്നണിയും പൊതുവെയും തന്നെയും ഒരു പ്രതിസന്ധി നേരിടുന്നൊരു കാലം തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ അടക്കമുള്ളത്. അപ്പോൾ അവിടെ ഈ ഒരു രീതിയിലേക്ക് ചർച്ചകൾ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് എത്രമാത്രം ഗുണം ചെയ്യുമെന്നതിനെക്കുറിച്ച് ലീഗ് കൂടി കുറെ കൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള ആശയങ്ങൾ സംസ്ഥാന നേതൃത്വം, കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അടക്കം കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ട് വേണം ഈ വിഷയത്തെ സമീപിക്കുവാൻ. മാത്രവുമല്ല, ലീഗിനെ പ്രകോപിപ്പിക്കുക അല്ലെങ്കിൽ ഈ മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ഈ യോഗം വിലയിരുത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് ലീഗിന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഇതിൽ കൂടുതൽ വോട്ട് കിട്ടും, മാത്രവുമല്ല ഇത്തരം അവഹേളനം സഹിച്ച ലീഗ് ഇനിയും തുടരുമോ എന്നതടക്കമുള്ള പ്രസ്താവനകൾ CPM-ന്റെ ഉന്നത നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ കാര്യം ഇവിടെ വ്യക്തമാണ്. സാമുദായിക ധ്രുവീകരണം ഇല്ലാതെ തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന കോൺഗ്രസ് നേതാക്കളുടെ കാര്യം ഒന്ന്. രണ്ട്, ഈ മൂന്നാം സീറ്റ് ലീഗിന് നൽകിയാൽ പുറത്ത് ആഘോഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്നുള്ളതിൽ നിർബന്ധം ഉണ്ടാവും കോൺഗ്രസിന്. പക്ഷേ അത്തരത്തിൽ നോക്കിയാൽ സമീപകാലത്ത് എടുത്തിരിക്കുന്ന നിലപാടുകളെല്ലാം പരിശോധിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന് ഇത് ഏത് തരത്തിൽ തിരിച്ചടിയാകും? ഈ മൂന്നാം സീറ്റ് എന്നുള്ള വാദം ലീഗ് മുന്നോട്ട് വയ്ക്കുമ്പോഴും അത് കോൺഗ്രസ് നിരസിക്കുമ്പോഴും അത് UDF-നെ മൊത്തത്തിൽ ഏത് തരത്തിലായിരിക്കും ഉലയ്ക്കുക? ധന്യ, ഈ വിഷയത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ ഈ ലീഗ് പറയുന്ന കാര്യങ്ങളിൽ ചെറുതായെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോകും. അതിനാണ് അവർ രാജ്യസഭാ സീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം മലബാർ മേഖലയിലടക്കം വലിയൊരു ശക്തി എന്ന് പറയുന്നത് UDF-ന്റെ ലീഗ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അതൊരു ആ ഒരു ശക്തി ഇടത് മുന്നണികളടക്കം CPM അടക്കം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ചില അതിർത്തി മാറ്റലുകൾക്കടക്കം ശ്രമം നടത്തുന്നതെന്ന് യോഗം വിലയിരുത്തുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയണം. ഈ ഒരു ചെറിയൊരു വിട്ടുവീഴ്ചയിലേക്കടക്കം മൂന്നാം സീറ്റ് വിട്ട് നൽകാൻ കഴിയുന്നൊരവസ്ഥയല്ല UDF-ന്റെ അകത്തെ
UDF-നകത്തെ നിലവിലെ മുന്നണി സമവാക്യങ്ങളിൽ അത്തരമൊരു വിട്ടുവീഴ്ചയിലേക്ക് ചെന്നെത്താൻ കഴിയുന്നൊരു സാഹചര്യം നിലവിലില്ല. അത് പൂർണ്ണമായും തന്നെ ലീഗിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ഇന്നത്തെ പ്രധാന അജണ്ട ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം എത്ര ശക്തമായ വോട്ട് ബാങ്കുള്ള ഒരു പാർട്ടിയാണ് ലീഗ് എന്നറിയാം. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ലീഗിന്റെ ഒരു സ്വാധീനം കൃത്യമായിട്ട് അറിയാം. അപ്പം സ്വാഭാവികമായിട്ടും ഒരു പുനഃപരിശോധന എന്നൊന്ന് കോൺഗ്രസിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തന്നെ ഇക്കാര്യത്തിൽ നിലവിൽ ഇനി ഒരു ചർച്ച ഇല്ല എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയുള്ളത്. കാരണം ഇനി ഈ ഒരു വിഷയത്തിൽ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നില്ല, ഒരു ചർച്ചയുടെ ഇടവും അവശേഷിക്കുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെയും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. ഇനി ചർച്ചയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഞങ്ങൾ സംസാരിച്ച് തീരുമാനിച്ച കാര്യങ്ങളുണ്ട്, അത് പാണക്കാട് ബോധ്യപ്പെടുത്തുക എന്നതാണ്. അത് പിന്നീട് മനസ്സിലായത് ഇക്കാര്യങ്ങളിൽ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചൊരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം മാത്രമാണ് ഈ ചർച്ചയിൽ, മൂന്നാം സീറ്റ് സംബന്ധിച്ച ചർച്ചയിൽ ഇനി അവശേഷിക്കുന്നുള്ളൂ. ആ ചോദ്യത്തിന് എന്തുത്തരമാണ് പാണക്കാട് നിന്ന് ലഭിക്കുന്നത് അത് തന്നെയായിരിക്കും ലീഗിന്റെ ഉത്തരം. അത് തിരിച്ചാവുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിനകത്ത് വലിയ രീതിയിലുള്ള ഈ പൊട്ടിത്തെറികൾക്കടക്കം കാരണമായേക്കും. നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊന്നുണ്ടായാൽ അത് മുന്നണിയെ ദുർബലപ്പെടുത്തും, അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്ന സന്ദേശമാണ് ഇന്ന് നടത്തിയ ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കൾ മറ്റു മുന്നണികൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്.